ഒരുങ്ങി താഴെ എത്താൻ നിനക്ക് മുന്നിൽ 10 മിനിറ്റാ ഉള്ളത്. കേട്ടോ രാഘവേട്ടാ, ഞങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ. ഞങ്ങൾക്കുള്ളതെല്ലാം ഇവൾക്കാ എന്ന് കരുതി കല്യാണത്തിനൊന്നും കുറയ്ക്കല്ലേ കേട്ടോ. മിനിസ്റ്ററുടെ മകളാവുമ്പോ ആ ഒരു പവർ മാരേജിനും ഉണ്ടാവണമല്ലോ. ഷൺമുഖദാസിന്റെ മോളെ കല്യാണം നടക്കുമ്പോ ഷൺമുഖദാസിന് കൊടുക്കാൻ താല്പര്യമുള്ള മുഴുവൻ അവക്ക് കൊടുക്കുക തന്നെ വേണം. പിന്നെ ഷൺമുഖദാസ് മന്ത്രിയാവുമെന്ന് ഇനി ഉറപ്പൊന്നുമില്ലല്ലോ. മന്ത്രിയാകാതെ എങ്ങനെ രാഘവേട്ടാ? ഞങ്ങളുടെ പാർട്ടിയിലെ 6 MLA മാർ പിന്തുണ കൊടുത്തുകൊണ്ട് മാത്രമാ ഇപ്പൊ സർക്കാർ വീഴാൻ നിൽക്കുന്നത്. എന്നെ മന്ത്രിയാക്കാമെന്ന ഒറ്റ ഉറപ്പിലാ പാർട്ടി സർക്കാരിനെ പിന്തുണച്ചിരിക്കുന്നത്. അതും ആഭ്യന്തരമന്ത്രി തന്നെ. അപ്പോ രണ്ടു കൂട്ടർക്കും ലാഭമുള്ള കച്ചവടമാ അല്ലേ? പിന്നല്ലാതെ, ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു കച്ചവടമല്ലേ രാഘവേട്ട? രണ്ടു കൂട്ടർക്കും ലാഭമില്ലാതെ പരസ്പര ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ഏർപ്പാടിന് ഇറങ്ങിത്തിരിക്കുവോ? ഈ കല്യാണവും രണ്ടു കൂട്ടർക്കും ലാഭമുള്ള കച്ചവടമായിരിക്കും. അല്ല ഷൺമുഖദാസേ? അല്ല, രണ്ടു കൂട്ടർക്കും ലാഭമില്ലാതെ പരസ്പര ബന്ധത്തിലുള്ള ഒരു ഏർപ്പാടിന് ഇറങ്ങിത്തിരിക്കില്ലാന്നല്ലേ ഷൺമുഖദാസ് പറഞ്ഞത്? രാഘവേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? മുഷിയണ്ട. വീട്ടിൽ കയറി വന്നവരെ അപമാനിക്കൊന്നുമല്ല. ഞാനൊരു ഫലിതം പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ മന്ത്രിയൊക്കെ പരിഹസിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതും വലിയ ആഭ്യന്തര മന്ത്രിയൊക്കെ. തമാശയാ. പിള്ളച്ചേട്ടാ, ഇയാള് മണ്ടനാണോ? ഇത്രയും നന്നായിട്ട് പരിഹസിച്ചിട്ടും ഇയാൾക്കത് മനസ്സിലായില്ലേ? നാണോ മാനോ ഉള്ള ഏതെങ്കിലും കൂട്ടരായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയനെ. നാണോ മാനോ? നീ ആ വാക്ക് ഇയാളോടൊന്ന് പറഞ്ഞു നോക്ക്. അതെന്താ സംഗതി എന്ന് തിരിച്ചു ചോദിക്കും. തോല് പകുതി പൊള്ളിപ്പോയ കാണ്ടാമൃഗം ഇയാളോട് കുറച്ച് തൊലി കെട്ടി കടമായി ചോദിച്ചെന്ന് ആൾക്കാർ തമാശ പറയാറുണ്ട്. കാലമാറ്റത്തിന്റെ ഗിന്നസ് റെക്കോർഡ് ഉണ്ടെങ്കിലേ അത് ഇയാൾക്കാ. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇടതും വലതും നടുക്കും ഒക്കെ ആയിട്ട് 6 പാർട്ടിയാ മാറിയത്. ഇപ്പൊ ഈ കല്യാണമോ അയാൾ പറഞ്ഞ പോലെ നല്ല ബെസ്റ്റ് കച്ചവടമാ. വിഷ്ണുമോനെ കണ്ടിട്ടൊന്നുമല്ല അയാൾ ഈ ജാടക്കാരെയും കെട്ടിയെഴുന്നള്ളിച്ചോട് വന്നത്. കാര്യം എന്താ? സത്യാമ്മയുടെ പണം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ അയാൾ ഈ സത്യാമ്മയെ കരിമിൻ ചണ്ടി പോലെ പിഴിയും. പിന്നെ സത്യാമ്മയുടെ കയ്യിൽ പിച്ചച്ചട്ടി. സത്യാമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? അതങ്ങനെ ചില കാര്യങ്ങൾ സത്യാമ്മയുടെ തലയിൽ കയറില്ലല്ലോ. ഈ കല്യാണം തടയാൻ ഒരു വഴിയില്ലേ പിള്ളച്ചേട്ടാ? അതിന് ദൈവം തന്നെ വിചാരിക്കണം. ഓ, അതോ? നീ ഇരിക്കുന്നവനെ കണ്ടോ? ഇളയ മകനാണെന്ന് പറഞ്ഞല്ലേ സത്യഭാമ നമുക്കവനെ പരിചയപ്പെടുത്തിയത്. അവനവരുടെ മകനൊന്നുമല്ല. പിന്നെ ഇവിടെ അടുത്ത് കോളനി താമസിച്ചുകൊണ്ടിരുന്ന ഏതോ ഒരു സ്ത്രീ സത്യഭാമയുടെ വണ്ടി ഇടിച്ച് ചത്തു. അപ്പോ പോത്തുപോലെ വളർന്ന ഇവനെ അനാഥനായി എന്നും പറഞ്ഞ് സത്യഭാമ ദത്തുപുത്രനായി ഏറ്റെടുത്തതാ.
തീനാനുകമ്പ. അവനിതേ ആ നിൽക്കുന്ന ചായക്കടക്കാരിയുടെ മകളിൽ പിറന്നതാ ഈ നശൂലം. ദത്തുപുത്രനോ? ആ, അപ്പൊ സ്വത്തിന്റെ പാതി ഇതിന് കൊടുക്കേണ്ടി വരില്ലേ? ദത്തങ്ങനെ രേഖാമൂലമൊന്നും ആക്കിയിട്ടില്ലെന്നാ അച്ഛൻ പറഞ്ഞത്. പക്ഷെ വീതം വെക്കുന്ന സംബന്ധിച്ച് എന്തോ ഒരു ധാരണയുണ്ടത്രേ. ആരോട് ചോദിച്ചിട്ട്? എന്താ മോളെന്താ പറയുന്നത്? അല്ല ഭാമേ, മോളി കൊടുക്കൽ വാങ്ങലിനെ പറ്റി ചോദിക്കുകയായിരുന്നു. ഇവളോട് ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ പറയുന്ന കേട്ടപ്പോഴാ. എന്നിട്ട് മോളെന്ത് പറഞ്ഞു? അത് നിങ്ങൾ അറിയണ്ട ഭാമേ, ഞങ്ങൾ തമ്മിലുള്ള സംസാരമല്ലേ. അത് ഞങ്ങളറിഞ്ഞാൽ എന്താ കുഴപ്പം? വേണ്ട ഭാമേ, വിട്ടുകളഞ്ഞേക്ക്. ബന്ധങ്ങളിലെല്ലാം ഒന്നും തുറന്നു പറയാൻ പാടില്ല. ഒന്നും വഷളാകാതെ ഇരിക്കും. എന്നാൽ ഇത്രയായ സ്ഥിതിക്ക് അത് പറയണം സുലോചനെ. ഒളിച്ചു മറിച്ചുള്ള ഒരു ബന്ധത്തിൽ എനിക്ക് താല്പര്യമില്ല. അല്ല ഭാമേ, അത് പറയണം. എന്നാ കാര്യം നേരെ അങ്ങ് പറയാം. ഞങ്ങൾക്കുള്ളതെല്ലാം മോൾക്കാണെന്ന് പറഞ്ഞത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ തന്നു കഴിഞ്ഞാ ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഇവള് ചോദിക്കുന്നത്. അതാ ഇവള് ചോദിച്ചത്. ആരോട് ചോദിച്ചിട്ടാ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന്. കുട്ടിയല്ലേ ഭാമേ, അവക്ക് അറിയാഞ്ഞിട്ടാ വിട്ടുകളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞില്ലേ, പലതും അറിയാതിരിക്കുന്നതാ ബന്ധങ്ങൾക്ക് നല്ലത്. അങ്ങനെ വിട്ടുകളയുന്നില്ല. മോള് പറഞ്ഞു തന്നെ ശരി. സ്ത്രീധനമായിട്ട് 10 പൈസ ഇങ്ങോട്ട് വേണ്ട. ഇവിടെ പണത്തിന്റെ കുറവില്ല. വേണ്ടത് ഇതുപോലെ നല്ല മനസ്സുള്ള ഒരു കുട്ടിയെയാ. കല്യാണം കഴിഞ്ഞിട്ടും അച്ഛനമ്മമാരുടെയൊക്കെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ ഇവള്. ഇത്ര തങ്കപ്പെട്ട മനസ്സുള്ള കുട്ടികളെ ഇന്നത്തെ കാലത്ത് കണി കാണാൻ കിട്ടില്ല. അമ്മേ, ആ ദത്തുപുത്രന് സ്വത്ത് കൊടുക്കുന്ന കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം. നീ അവിടെ അടങ്ങിയിരിക്കണേ. ഒന്നും കാണാതെ അച്ഛൻ ഇറങ്ങിത്തിരിക്കോ? കല്യാണം കഴിയുന്നതിന്റെ പിറ്റേ ദിവസം അതുങ്ങളെ ആ കൊച്ചടക്കം ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. പുതിയ കുട്ടികൾ മോശമല്ലല്ലോ. എന്താ കുഴപ്പം? അത് പെണ്ണുങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഇതിലും ഭേദം വിഷ്ണുവേട്ടൻ സുസ്മിത കെട്ടുന്നതായിരുന്നു. അല്ല, വിഷ്ണു എവിടെ? അവനിപ്പോ വരും. ആ, വന്നല്ലോ. സത്യാമ്മ മഞ്ചരി മോളുടെ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് വളരെ വലിയ സന്തോഷമായി. മഞ്ചരി മോളെ പോലെ ഒരാൾ വന്നു കയറേണ്ടത് ഇതുപോലൊരു വീട്ടിലേക്കാണ്. പഠിക്കാൻ വിട്ടപ്പോൾ പഠിത്തം മാത്രം. ഒരാൺകുട്ടിയുടെ മുഖത്ത് നോക്കില്ല. വീട് വിട്ടാ കോളേജ്, കോളേജ് വിട്ടാ വീട്. അനാവശ്യമായ ഒരു കൂട്ടുകെട്ടുമില്ല. ഒരു ഫോണുള്ളത് വിളിക്കാൻ വേണ്ടി മാത്രം. മെസ്സേജ് ആയപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ടോ ഒന്നും തന്നെ ഇല്ല. അതെന്താ വിജയകുമാറെ, ഈ വീട്ടിലുള്ളവരെല്ലാം പ്രാകൃതരാന്നോ? അല്ല, മഞ്ജരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണമെന്ന് തോന്നാൻ? ഈ വീട്ടിലുള്ളവരൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത്യാവശ്യം സാമൂഹ്യ ബന്ധമുള്ളവരുമാണ്. അതില്ലാത്ത സൂക്ഷിക്കേണ്ടത്. എന്തെങ്കിലും കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതെ.
അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ. അത്തരക്കാർ പിന്നെ അത് പരിചയിച്ചു കഴിയുമ്പോഴേ പിന്നീട് അതിൽ മുങ്ങിയിട്ടാണ് ഏതെങ്കിലും ഗതിയിൽ പോയി വീഴുകയും ചെയ്യും. ഒന്നും ഒഴിവാക്കുന്നതിലല്ല, നിയന്ത്രിച്ച് നിർത്തുന്നതിലാ മിടുക്ക്. കല്യാണം കഴിഞ്ഞ ഇയാളെ ഞാൻ ആമയിഴഞ്ച തൊട്ടിൽ ചവിട്ടി താഴ്ത്തും, ഒരു സംശയവും വേണ്ട. വിഷ്ണുമോനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടതാ. അന്ന് ഞാൻ ഉറപ്പിച്ചതാ മോൻ തന്നെ ആയിരിക്കും എന്റെ മരുമോനെന്ന്. നമ്മൾ ആദ്യം കാണുമ്പോൾ ഞാൻ പോലീസ് ലോക്കപ്പിലായിരുന്നു. പോലീസുകാരെ തല്ലിയ കേസിൽ. അന്നാണെങ്കിൽ എനിക്കൊരു ഭാര്യയുണ്ട്. അത്ര ഒരാളെയാണോ മോൾക്ക് വേണ്ടത്? ഇനിയിപ്പോൾ ആ സ്വഭാവ സവിശേഷതകളൊക്കെയാണ് വേണ്ടതെങ്കിലേ മറ്റ് കുറച്ച് മിടുക്കന്മാർ സെൻട്രൽ ജയിലിലുണ്ട്. അത് മതിയോ? അല്ല, ആ ധൈര്യവും തൻ്റെടവും ചങ്കൂറ്റവും അതാ ഞാൻ ഉദ്ദേശിച്ചത്. വിഷ്ണു. ആ ശ്യാമേ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. മോൾക്ക് എന്താ വേണ്ടത്? അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെടും. ഓ, ഇന്നത്തെ കാലത്ത് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങളുണ്ടോ? മേക്കപ്പെന്ന് കേൾക്കുന്നതേ ഒക്കെ കലിയ. കണ്ണെഴുതില്ല, പൊട്ടു തൊടുന്നത് വല്ലപ്പോഴും. കുളിച്ചിട്ട് മുഖത്തൽപ്പം പൗഡർ ഇടാൻ പറഞ്ഞ നേഹെ ഇവള് കേൾക്കില്ല. നാച്ചുറൽ ബ്യൂട്ടി. അല്ല, കുളിക്കൂലല്ലേ? ഫലിതം അല്ലേ? അതെ അതെ അതെ. അതെ, ഷൺവാസൻ അത് മനസ്സിലായല്ലോ അല്ലേ? എല്ലാവരും എടുത്ത് കഴിക്കുക കേട്ടോ. ആന്റിക്കുള്ളത് ഞാൻ കൊടുക്കാം. ഹാൻജിയോ, അമ്മേ, ആ കുട്ടിപ്പിശാശെന്നെ വിളിച്ചത് കേട്ടില്ലേ? ചേച്ചി പഠിച്ചോളെ അവക്ക്. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടടി, എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ദാ നാട്ടിലേക്ക് കുളത്തിലേക്ക് എറിയും. സോറി പറഞ്ഞില്ല ആന്റി. അവിടെ ഒരു സോറി രണ്ടെണ്ണം കൂടെ അങ്ങ് വെച്ച് തന്നാണ്ടല്ലോ.
കാണിച്ച് അടിച്ചെന്നിരിക്കും. ഇനി അടിക്കും. എടി നീ ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, അവിടെ തന്നെ വെട്ടി മൂടി നിന്ന് ഞാൻ. സത്യഭാമേ, നാളത്തെ ആഭ്യന്തരമന്ത്രിയുടെ മകളോട് നിങ്ങൾ പറയുന്നത് ഓർക്കണം. നാളത്തെ അല്ലേ, ഇന്നത്തെ അല്ലല്ലോ. 6 MLA-മാരുടെ പിൻബലത്തിൽ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് മരം ചാടി കളിക്കുന്ന ഒരു ഉണ്ണാക്കൻ. ഡോ, സത്യഭാമയുടെ കൊച്ചുമോളെ കൈവച്ചാലേ ആഭ്യന്തരമന്ത്രിയുടെ എന്നല്ല, മുഖ്യമന്ത്രിയുടെ മോളായാലും ചവിട്ടി കീറും ഞാൻ. സത്യഭാമേ, വെമ്പായം ഷൺമുഖദാസ് ആരാന്നറിയാതെയാ നിങ്ങൾ ഈ സംസാരിക്കുന്നത്. നല്ല വ്യക്തമായിട്ട് അറിയാവടോ. രാവിലെ എഴുന്നേക്കുമ്പോ താനിപ്പോ ഏത് പാർട്ടിയിലാണെന്ന് പത്രം നോക്കി വിവരം അറിയുന്ന നട്ടലില്ലാത്തൊരു കിഴങ്ങനല്ലേ താൻ. സത്യഭാമയ്ക്കെതിരെ നിൽക്കാൻ മാത്രം വളർന്നിട്ടില്ല നിങ്ങള്. പോയി നട്ടലിന് കുറച്ചുകൂടി ബലം വരുത്തിയിട്ട് വാ. ഓ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ബന്ധത്തെക്കുറിച്ചൊരു പുനരാലോചന വേണ്ടി വരും. ആഹാ, താനിപ്പോ ആലോചന തുടങ്ങുന്നേ ഉള്ളോ? ഞാൻ ആലോചന കഴിഞ്ഞ് തീരുമാനം എടുത്തു. സത്യാമ്മേ, നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം. താൻ മിണ്ടരുത്, മിണ്ടി പോകരുത്. താൻ ഒറ്റ ഒരാളാ ഇതിനൊക്കെ കാരണം. ആരുടെ മുഖത്ത് നോക്കാത്ത, സോഷ്യൽ മീഡിയയും ഫോണും ഉപയോഗിക്കാത്തവള് ഈ അഹങ്കാരി അല്ലേടോ? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ തന്നെ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിന് മുന്നിൽ കുത്തിച്ചാരി വെച്ചോണം. ഇതിനെയൊക്കെ അതിനെ കൊള്ളൂ. സത്യഭാമേ, നിങ്ങൾ അതിരിവിടുന്നു. താൻ ആരടോ സത്യഭാമിക്ക് അതിര് വരയ്ക്കാൻ? ഈ വൃത്തികെട്ട പിശാചിനെ കൂട്ടിക്കൊണ്ട് ഇറങ്ങി പോടോ. മേലാൻ ഈ ശവത്തെ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. സത്യഭാമേ, ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഓ, ഞാനങ്ങ് കൊടുത്തോളാം. തന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? സത്യഭാമേ, നിങ്ങൾ തീർന്നു കൂട്ടിക്കോ. ഓ, സത്യഭാമയെ തുടങ്ങി വെച്ചത് താനാണല്ലോ. ഇയാളൊന്ന് പോടോ. സുരജനെ, വാ പോവാം. വാ മോളെ. ഇനി എനിക്ക് മുകളിലേക്ക് പോവല്ലോ. നമ്മളെ വാ. നിങ്ങൾക്ക് ഒരുപാട് വേദനിച്ചോ? സോറിയില്ല സത്യമേ, എങ്കിലും ഞാൻ കാരണമല്ല അവർ പിണങ്ങിപ്പോയത്. സോറി. സോറി ഒന്നും വേണ്ട. എന്നോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ, ആ അഹങ്കാരിയുടെ ചെമ്പ് തെളിച്ച് കാട്ടിയതിന്. മോളെ നിക്ക്, ഞാൻ തടവി തരാം കേട്ടോ. വേണ്ട, ഞാൻ വിഷ്ണു അച്ഛൻ്റെ അടുത്ത് പോവാ. മോളെ സൂക്ഷിച്ച്, അവള് പോട്ടെ. സങ്കടപ്പെട്ടിരിക്കുമ്പോ വിഷ്ണുപുറയിലെ അവൾക്ക് കൂട്ട്.